മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ശ്രുതി ടീച്ചറാണ്. മക്കളെല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയാണ് എന്നാണ് ടീച്ചർ വിചാരിക്കുന്നത്. വൈ? ബിക്കോസ് സ്കൂൾ ഓപ്പൺ ആവാണ് അല്ലെ. യെസ്, നമ്മൾ ബാക്ക് ടു സ്കൂൾ. അങ്ങനെ സ്കൂളിലേക്ക് പോവാണ് നമ്മള്. കുറേ ദിവസങ്ങൾ അല്ലെ, 2 മാസത്തോളം നമ്മൾ എന്താണ് വീട്ടില് അടിച്ചു പൊളിച്ചു, കുറച്ച് ചടച്ചിരുന്നു അല്ലെ. കുറച്ചൊരു ബോറടി ഒക്കെ ഉണ്ടായിരുന്നു. സ്കൂളൊക്കെ ക്ലോസ് ചെയ്ത് കുറേ ദിവസം കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടില്ലേ? അതുപോലെ ആ ബോറടിയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, നമ്മള് സ്കൂൾ ഓപ്പൺ ചെയ്യാണ് അല്ലേ. സ്കൂൾ ഓപ്പണിംഗ് ഡേ ഒക്കെ വരികയാണ്. പ്രവേശനോത്സവം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പൊളിക്കുമെന്ന് എനിക്കറിയാം. സാധാരണ മഴ ഉണ്ടാവാറുണ്ട് അല്ലേ. സ്കൂൾ ഓപ്പൺ ആവുന്ന സമയത്ത് മഴ ഉണ്ടാവാറുണ്ട്. അപ്പൊ രാവിലെ തന്നെ സ്കൂളിലേക്ക് പോകാനൊക്കെ ഒരു മടിയൊക്കെ ഉണ്ടാവും അല്ലേ. ഇതുവരെ എന്താണ് മഴയൊക്കെ ആണെങ്കിൽ കുറെ നേരം കിടന്നുറങ്ങാനുള്ള അവസരമൊക്കെ ഉണ്ടാവും. ചിലര് നേരത്തെ എണീക്കും അല്ലെ. നേരത്തെ എണീറ്റ് നേരത്തെ കിടന്നുറങ്ങുന്ന ആളുകളൊക്കെ ഉണ്ട്. രാവിലെ നേരത്തെ എഴുന്നേറ്റ് രാത്രി നേരത്തെ. ചിലരെന്താണ് രാവിലെ ഉറങ്ങാൻ ഇഷ്ടപ്പെടുന്നവരാണ് അല്ലേ. അപ്പോ അത് നിങ്ങൾക്ക് വീടിനനുസരിച്ചാണ്. അപ്പോ സ്കൂളില് മഴയൊക്കെ പെയ്യുന്ന സമയത്ത് സ്കൂളിൽ പോകുകയും വേണം. മഴ പെയ്യുന്നുണ്ട്, എന്താ ചെയ്യാ എന്നുള്ള ഒരു അവസ്ഥയിലാണ് നിങ്ങൾ എല്ലാവരും നിൽക്കാനില്ലേ. പുതപ്പിന്റെ ഉള്ളിൽ ഇങ്ങനെ ഗാന്ന് എഴുതിയതുപോലെ എങ്ങനെയാ നമ്മള് ഗാന്ന് എഴുതിയതുപോലെ ഇങ്ങനെ ചുരുണ്ടുകൂടി കിടക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് അല്ലെ. ചുരുണ്ടുകൂടി ഇങ്ങനെ കിടക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് എല്ലാവരും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ സ്കൂള് തുറക്കുന്ന സമയം എന്ന് പറയുന്നത് ഒരു മഴയുടെ സമയമാണ്. ഇനി മഴ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോഴൊന്നും രാവിലെ വലിയ രീതിയിൽ മഴയില്ല, എന്നാലും ചില ദിവസം മഴയുണ്ട്. ആ ദിവസം മഴ കണ്ടിട്ട് നമുക്ക് ആ മഴ കണ്ടുകൊണ്ട് ഇങ്ങനെ കിടക്കാനൊക്കെ വലിയ ഇഷ്ടമാണ് അല്ലേ. ഞാൻ ഒരുപാട് പറയുന്നില്ല, എനിക്ക് നിങ്ങളോട് കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്. സ്കൂൾ തുറക്കും മുൻപ് അറിയേണ്ടത് എന്തെല്ലാം എന്നാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബുക്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണേ. അപ്പൊ ബുക്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ടാവും, അതൊക്കെ റാപ്പ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. നല്ലൊരു പൊതിയൊക്കെ കൊടുത്ത്, ചിലരെന്താണ് അതിന്റെ മുകളിൽ നെയിം സ്ലിപ്പ് ഒക്കെ ഒട്ടിച്ച് പേരൊക്കെ എഴുതി ഓരോ വിഷയം. നമുക്ക് 4ാം ക്ലാസ്സിൽ ഏതൊക്കെ വിഷയങ്ങളാണുള്ളത്? 3ാം ക്ലാസ്സിലുള്ള അതേ വിഷയങ്ങൾ തന്നെയാണ് നമുക്ക് 4ാം ക്ലാസ്സിലുള്ളത്. ഏതൊക്കെയാണ്? മലയാളം, ഇംഗ്ലീഷ്, EVS, പിന്നെ ഏതാണ് മാത്സ് നമുക്ക് പഠിക്കാനുണ്ട്. ശരിയല്ലേ? അതെ, നമ്മള് കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചതിനേക്കാൾ കുറച്ചും കൂടെ അധികമായിട്ട് കാര്യങ്ങൾ പഠിക്കുന്നു, അത്രയേ ഉള്ളൂ അല്ലേ. ചില സ്കൂളിൽ ഹിന്ദി ഉണ്ടാവാറുണ്ട്. പക്ഷെ നമ്മുടെ സ്റ്റേറ്റ് സിലബസ് പൊതുവിദ്യാലയത്തിൽ എന്തില്ല, ഹിന്ദി ഇല്ല. ചില സ്കൂളിൽ സംസ്കൃതവും ഉറുദു അറബിക്കും ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് എന്താണ് ഓരോരോ സ്കൂളിനനുസരിച്ചാണ്. ചില സ്കൂളില്, എല്ലാ സ്കൂളിലും അറബിക്ക് ഉണ്ടാവാറുണ്ട്. സംസ്കൃതൊക്കെ ഓരോ സ്കൂളിനനുസരിച്ചാണ് അല്ലെ. എല്ലാവരും പഠിക്കണം നിർബന്ധമുള്ള എല്ലാ വിഷയങ്ങളും നമ്മൾ എന്താണ് സ്കൂളിൽ ചേർക്കാറുണ്ട്. അപ്പൊ മലയാളവും ഇംഗ്ലീഷും EVS ഒക്കെ നമ്മൾ 3ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. അറബിക്ക് പഠിച്ചിട്ടുണ്ട്. അതന്നെ 4ാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ശരിയല്ലേ? അപ്പൊ നമ്മള് പുസ്തകങ്ങളൊക്കെ കിട്ടി, അതൊക്കെ അടുക്കി പെറുക്കി അടക്കി ഒതുക്കി എന്താണ് നമ്മുടെ വെക്കേണ്ട സ്ഥാനത്ത് വെക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അല്ലേ. പിന്നെ യൂണിഫോം എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ടാവും, വാങ്ങിയിട്ടുണ്ടാവും. ഞാനൊരു കുഞ്ഞു കാര്യം പറഞ്ഞോട്ടെ. എനിക്കറിയാം നിങ്ങൾക്ക് യൂണിഫോം ഇസ്തിരിയിട്ട് തരുന്നത് ആരായിരിക്കും? അച്ഛനും അമ്മയൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോ ഇസ്തിരി ഇടാൻ ചിലപ്പോ എന്താണ് നമുക്ക് ഷോക്ക് അടിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ട് അവർ മാറ്റി നിർത്താറുണ്ട്. പക്ഷേ ഇനി സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ആ യൂണിഫോമില് നമ്മുടെ ഇന്നേഴ്സൊക്കെ ഉണ്ടാവില്ലേ, കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വാഷ് ചെയ്തിട്ടൂടെ, നമുക്ക് അലക്കിയിട്ടൂടെ അല്ലേ. എല്ലാ അമ്മമാര് ചെയ്യണമെന്ന് നിർബന്ധമില്ല അല്ലെ. നമുക്ക് പറ്റുന്നത് പോലെ. അത് നല്ല വൃത്തിയൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ അതൊന്നും ചെയ്തു നോക്കണേ. ഇനി അതല്ല, അത് ഒട്ടും പറ്റുന്നില്ല, അല്ലെങ്കിൽ വാഷിംഗ് മെഷീനിലാണ് നിങ്ങൾ അലക്കുന്നത് എന്ന് വിചാരിക്കുക. അപ്പോ അലക്കി അമ്മ എന്ത് ചെയ്തിട്ടുണ്ടാവും? ആറിയിട്ടിട്ടുണ്ടാവും അല്ലെ. അതൊക്കെ നിങ്ങളുടെ ഇതൊക്കെ എടുത്തിട്ട് മടക്കി വെക്കാൻ നിങ്ങളെ ശീലിക്കുക. സ്കൂളിൽ പോകുന്നതിന് മുമ്പേ നമ്മൾ കുറെ കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശീലിക്കണം അല്ലെ. പോയി വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മളെ സ്റ്റഡി ടൈം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് നമ്മളെ സ്റ്റഡി ടൈം? നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഒന്ന് അറേഞ്ച് ചെയ്യണം. രാവിലെ സാധാരണ 9:30 എന്ന് വിചാരിക്കുക. നിങ്ങൾ ഒരു 9 മണിക്ക് സ്കൂളിൽ പോയാലും ചില സ്കൂളുകളിൽ നേരത്തെയാണ്. പക്ഷെ നോർമൽ സ്കൂൾ ടൈമില്
രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സ്കൂൾ ഉണ്ടാവുന്നു. സ്കൂളിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ, ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അവിടെ വെച്ച് പഠിക്കുന്നു. ടീച്ചർ വീട്ടിലേക്ക് ഹോംവർക്ക് തരുന്നു അല്ലെ. അപ്പൊ ഈ ഹോംവർക്ക് ചെയ്യാനും അതുപോലെ തന്നെ വായിക്കാനുമുള്ള ഒരു സമയം എന്താണ് നമ്മൾ കണ്ടെത്തണം. ഇനിയിപ്പോ ഹോംവർക്ക് ചെയ്ത് ഞാൻ ഇന്ന് ഹോംവർക്ക് ഒക്കെ ചെയ്ത് എനിക്ക് കിടന്നുറങ്ങട്ടെ എന്ന് വിചാരിക്കരുത്. കാരണം എന്താണ്, അന്നന്ന് എടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ അന്നന്ന് പഠിക്കണം. ഹോംവർക്ക് എന്ന് പറയുന്നത് നമ്മൾ ചെയ്ത അതിന്റെ ഒരു തുടർ പ്രവർത്തനം പോലെ ടീച്ചർ തരുന്ന വർക്കാണ് അല്ലെ. പക്ഷെ അന്ന് പഠിച്ച കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും പഠിക്കണം. അപ്പൊ നിർബന്ധമായും നമുക്ക് വേണ്ട ഒന്നാണ് വായന. എന്തൊക്കെ തരത്തിലുള്ള പുസ്തകങ്ങൾ നിങ്ങൾക്ക് വായിക്കാം? സ്കൂളിൽ ടീച്ചർ പഠിപ്പിച്ച ഇപ്പൊ EVSന്റെ ടീച്ചർ ഫസ്റ്റ് ചാപ്റ്റർ ഒന്നും ആദ്യത്തെ ആഴ്ച ഒന്നും എടുക്കില്ല അല്ലെ. നെക്സ്റ്റ് വീക്ക് മുതലൊക്കെയാണ് എടുത്തു തുടങ്ങും. അപ്പോ എടുത്തു തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാ, 1 by 1 ആയിട്ട് അന്നെടുത്ത കാര്യങ്ങൾ അന്നന്ന് പഠിക്കുക. എന്താണ് വേണ്ടത്? അന്നന്ന് എടുത്ത കാര്യങ്ങൾ അന്നന്ന് പഠിക്കുക. പിന്നെ അതെന്താണ്, നമ്മളൊന്ന് റിവിഷൻ ചെയ്ത് നോക്കുക അല്ലെ. ഒന്ന് വായിച്ചു നോക്കിയാൽ നമുക്കത് ഓർമ്മയുണ്ടാവും. അല്ലെങ്കിൽ ഇന്ന് ടീച്ചർ ഒരു കാര്യം പഠിപ്പിച്ചു, ഫസ്റ്റ് പാഠം നിങ്ങളെ പഠിപ്പിച്ചു അല്ലെ, മലയാളത്തിന്റെ ആദ്യത്തെ പാഠം നിങ്ങളെ പഠിപ്പിച്ചു എന്ന് വിചാരിക്കാം. ഇംഗ്ലീഷിന്റെ, മാത്സിന്റെ അത് പിന്നേക്ക് വെച്ചാൽ, മലയാളമൊക്കെ വായിച്ചിട്ടില്ലെങ്കിലും നമുക്ക് പാഠം ഓർമ്മയുണ്ടാവും അല്ലെ. പക്ഷെ അതിലെ വാക്കുകളൊക്കെ നമ്മൾ എഴുതി പഠിക്കണം. ഇംഗ്ലീഷിലെ കുറച്ച് വേർഡ്സ് അതൊക്കെ നമ്മൾ ഡിക്റ്റേഷനൊക്കെ സ്വയം എടുത്തു നോക്കുക. വീട്ടിലുള്ളവർക്ക് സ്പെല്ലിംഗ് ഒക്കെ പറഞ്ഞു കൊടുക്കുക. അങ്ങനെയൊക്കെ നമ്മളെ തന്നെ പഠിപ്പിക്കുന്ന ഒരു രീതി, സെൽഫ് ടീച്ചിങ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ത് ചെയ്യണം, എൻ്റെ മക്കള് ചെയ്യണം കേട്ടോ. അപ്പോ സെൽഫ് ടീച്ചിങ്. പിന്നെ പുസ്തകങ്ങൾ മാത്രം വായിച്ചാൽ മതിയോ? പോരാ, മറ്റു പല പുസ്തകങ്ങളും കണ്ടെത്തി വായിക്കണം. ബാലസാഹിത്യകൃതികൾ, അതുപോലെ ജീവചരിത്രങ്ങൾ, യാത്രാ വിവരണങ്ങൾ, ലേഖനങ്ങൾ. പിന്നെ ഒന്നാണ് പത്രവായന. നിർബന്ധമായും ചെയ്യേണ്ട ഒന്നാണ് പത്രവായന നിർബന്ധമാണ്. വേറെ ഒരു രക്ഷയില്ല. പത്രം വായിക്കുക, ദിവസവും വായിക്കാനുള്ള ഒരവസരം നിങ്ങൾ ഉണ്ടാക്കുക. അപ്പൊ വായന നിർബന്ധമാണ്. ഹോംവർക്ക് മാത്രം ചെയ്ത് പൂട്ടിയിടാൻ പാടില്ല അല്ലെ. നമ്മുടെ സൈലത്തിന്റെ ഒക്കെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും. ഇനി കളിക്കാൻ ഒരു ദിവസം കുറച്ച് സമയം നിങ്ങൾ കണ്ടെത്തണം. മഴയൊക്കെ ആണെങ്കിൽ പുറത്തു പോയിട്ട് ഇങ്ങനെ കളിക്കാനൊന്നും പറ്റില്ലെങ്കിൽ നമ്മൾ അകത്ത് നിന്ന് കളിക്കുന്ന കളികൾ നിങ്ങൾ കളിക്കുക. വീട്ടിലുള്ളവരുമായിട്ട് അല്ലെങ്കിൽ സിബ്ലിങ്സും ആയിട്ട്, അനിയന്മാര്, ചേച്ചി, ചേട്ടനൊക്കെ ഉണ്ടാവില്ലേ. അപ്പൊ അവരൊക്കെ ആയിട്ട് കളിക്കാനുള്ള ഒരു സമയം കൂടെ ഒരു ദിവസം നിങ്ങൾ കണ്ടെത്തണം, സ്കൂളിൽ നിന്ന് കളിക്കുന്നത് കൂടാതെ. പിന്നെ പലർക്കും ട്യൂഷൻ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഒരു കുറച്ച് സമയം നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് സമയം നമ്മൾ പഠിക്കുന്നതിനൊപ്പം നമ്മൾ കളിക്കാനുള്ള സമയം കണ്ടെത്തണം. വായന നിർബന്ധമാണ് അല്ലേ, വേണ്ടേ? അപ്പോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി എന്താണെന്നറിയോ, നമ്മുടെ സൈലത്തിന്റെ പ്രാണ ബാച്ചിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടില്ലേ? കാരണം എന്താണെന്നറിയോ, നിങ്ങൾക്ക് ഇനി CM കിഡ്സ് സ്കോളർഷിപ്പ് എക്സാം ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ഇപ്രാവശ്യം പലരുടെയും റിസൾട്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവോ. അങ്ങനെ ഒരു സ്കോളർഷിപ്പ് നിങ്ങൾക്ക് നേടിയെടുക്കണമെങ്കിൽ ഇതിന്റെ തുടക്കം മുതൽ നമ്മൾ പഠിക്കണം അല്ലെ. ഒരു എക്സാം കഴിയട്ടെ എന്ന് വിചാരിക്കരുത്, നല്ല രീതിയിൽ പഠിക്കുക. അപ്പൊ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക. എല്ലാ വിഷയവും നല്ല കുട്ടികളായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിലേക്കും CM കിഡ്സ് സ്കോളർഷിപ്പ് എക്സാം നമ്മുടെ കയ്യിലെത്തും അല്ലെ. ഒരു പരീക്ഷയെ നമുക്ക് നേരിടാൻ പറ്റും. സോ നമ്മുടെ പ്രാണ ബാച്ചില് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് പഠിക്കാനുള്ള ഒരു സിസ്റ്റം നമ്മുടെ സൈലത്തിന്റെ പ്രാണ ബാച്ചിലുണ്ട് മക്കളെ. ഒരുപാട് പ്രത്യേകതകളുള്ള ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യാം. പ്രാണ ബാച്ചില് ഡെയിലി ലൈവ് റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടാവും. അതുപോലെ ബേസ് പ്ലാനും ഇൻഫിനിറ്റി പ്ലാനും എന്ന് പറയുന്ന 2 തരം പ്ലാനുകളൊക്കെ അതിലുണ്ട്. പേൾ വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ച ഒരു ക്ലാസ്സുകളൊക്കെ മുൻകൂട്ടി റെക്കോർഡ് ചെയ്ത് വെച്ച ഒരു ബാച്ചും, പ്ലസ് നിങ്ങൾക്ക് ലൈവ് റെക്കോർഡഡ് ക്ലാസ്സുകളുള്ള മറ്റൊരു ബാച്ചും, റിവിഷൻ ക്ലാസ്സുകളൊക്കെ ലഭിക്കുന്ന നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉള്ള ഒരു ബാച്ചാണ്. അപ്പോൾ ആരും എന്ത് ചെയ്യരുത്, ഈ ഒരു അവസരം സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ. പുതിയ കുട്ടികളാണ്, സ്കൂളിലെ സീനിയർ കുട്ടികളാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തുടക്കം മുതൽ എന്താണ് അന്നന്ന് എടുക്കുന്ന കാര്യങ്ങൾ അന്നന്ന് പഠിക്കുക. ഇനിയിപ്പോൾ ഒന്ന് വയ്യാണ്ടായാലും
നമ്മൾ എന്ത് ചെയ്യില്ല, ഇതൊന്നും ബാധിക്കില്ല. വയ്യാണ്ടായാല് നല്ല റെസ്റ്റ് എടുത്തിട്ട് ഇത് മാറിയിട്ട് വീണ്ടും നമ്മുടെ റുട്ടീൻ ഒന്ന് ശീലിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഒരു വയ്യായികയൊക്കെ വന്ന് സ്കൂളിലൊക്കെ ലീവ് ആവേണ്ടി വന്നാലും നമ്മുടെ പ്രാണ ബാച്ച് പോലെയുള്ള ബാച്ചുകൾ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആകും. സോ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. ഇറ്റ്സ് മീ ശ്രുതി വൈശാഖ് ഫ്രം Xylem Learning.